നമ്മുടെ രാഹുൽ ഗാന്ധി ശരിക്കും UPA ഗവൺമെൻറ് വന്നാൽ പ്രധാനമന്ത്രി ആകേണ്ട കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ICC പ്രസിഡൻ്റ് ആകേണ്ട ആളാണ്. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രസിഡന്റ്, എന്നാലും പ്രസിഡൻ്റ് ആകേണ്ട ആളാണ്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോംബുകൾ പൊട്ടിക്കും. ആ ബോംബുകളെല്ലാം നനഞ്ഞ പടക്കമാണ്, ചീറ്റിപ്പോകാറുണ്ട്. സ്വാഗതം, എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ അയയ്ക്കുക. അതുപോലെ നല്ല പരസ്യങ്ങൾ തന്ന് ഞങ്ങളെ ചെറിയ തുകയ്ക്ക് നല്ല പരസ്യങ്ങൾ ചെയ്യാനുള്ള സുവർണാവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. രാഹുൽ ഗാന്ധി പറഞ്ഞു വന്ന അബദ്ധങ്ങളിലോട് അബദ്ധമാണ്. 2019 മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി 2020 നടന്ന കർഷക സമരത്തിൽ രാഹുൽ ഗാന്ധിയെ ഫോണിൽ വിളിച്ചു വരട്ടിയെന്നാണ് പറയുന്നത്. താങ്കൾ ഈ സമരത്തിന് പിന്തുണ കൊടുത്താൽ താങ്കൾ അനുഭവിക്കും, താങ്കളെ തട്ടിക്കളയുമെന്ന് ത്രെഡൻ ചെയ്തു വന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ 5 വർഷത്തിന് ശേഷം, അതാണ് തമാശ, 2019 അരുൺ ജെയ്റ്റ്ലി മരിച്ചുപോയി എന്നാണ് മകൻ റോഹൻ ജെയ്റ്റ്ലി എക്സിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ 2019 മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയൊക്കെ വളരെ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ഇന്ത്യൻ അതുപോലെ പ്രമോദ് മഹാജൻ, ഇവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ ഭീഷ്മാചാര്യന്മാരെ പോലെ വളർന്നു വരാൻ കഴിവുണ്ടായിരുന്നു. പ്രമോദ് മഹാജനൊക്കെ എത്ര കഴിവുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, ഇവരൊക്കെ ഭീമാകാരന്മാരാണ്. അതിൽ അരുൺ ജെയ്റ്റ്ലി 2019 അന്തരിച്ചു. അദ്ദേഹം 2020 നടന്ന ഒരു സമരത്തിൽ പറഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനം. അതെന്നാൽ 2020 തന്നെ പറയണ്ടേ, ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് എന്നെ ഭീഷണിപ്പെടുത്തി, അത് ശരിയല്ല എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം അന്ന് ചോദിച്ചു, ഞാൻ ആരോടാണ് താങ്കൾ സംസാരിക്കുന്നത് അറിയാവോ, എന്നോടാണ് എന്നൊക്കെ പറഞ്ഞ്, താൻ ആരെന്നറിയില്ലെങ്കിൽ ഞാൻ ആരെന്നറിയണമെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട് കുതിരോട്ടം പപ്പുവിൻ്റെ. ആ ഡയലോഗ് പോലെയൊക്കെ ആയിപ്പോയി. എന്താണ് രാഹുൽ ഗാന്ധിജി നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ പോലും നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാനില്ലാത്ത രീതിയിൽ നിങ്ങൾ മാറും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറയും. നരേന്ദ്ര സ്റ്റോപ്പ് മീ എന്ന് നിങ്ങൾ അമേരിക്കനെ ട്രംപ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാനെതിരെയുള്ള വെടി നിർത്തിയതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കളഞ്ഞു. അത് ഉണ്ടയില്ല വെടിയായി ഇവിടെ കിടപ്പുണ്ട്. ഇതിങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ താങ്കൾ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യണം. കാരണം താങ്കൾ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പ്രതിപക്ഷത്തിലെ കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിലെ പ്രധാന നേതാവാണ്. താങ്കളെ കർഷക സമരം നടന്ന 2020 അപ്പോൾ ഇത് താങ്കൾ ഇങ്ങനെ 2019 അന്തരിച്ചുപോയ ഒരാൾ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ, താങ്കൾ ഡൽഹിയിലെ ഒരു കോൺഗ്രസ് പരിപാടിയിലാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അരുൺ ജെയ്റ്റ്ലി താങ്കളെ വിരട്ടി എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ത്രെട്ടൻ ചെയ്തു എന്നുള്ള വാക്കാണ് താങ്കൾ പറഞ്ഞപ്പോൾ, അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ റോഹൻ ജെയ്റ്റ്ലി എക്സിൽ വന്ന് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം പോലുള്ള എക്സിൽ വന്ന് പറഞ്ഞു, എൻ്റെ പിതാവ് മരിച്ചത് 1 വർഷം മുമ്പാണ്, താങ്കൾ പറയുന്നതിനേക്കാൾ 1 വർഷം മുമ്പാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഉടൻ തന്നെ കിരൺ റിജ്ജുവും അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി വന്ന് ട്രോളി മറിച്ചു രാഹുൽ ഗാന്ധിയെ. ഉടൻ തന്നെ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരിൽ 1-2 പേർ പറഞ്ഞു, ആരും ഇത് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് വേറെ തമാശ. 1-2 പേർ പറഞ്ഞു അത് ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെടുത്തി 2019 നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി അരുൺ ജെയ്റ്റ്ലി വിരട്ടിയതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞെങ്കിലും സംഗതി ഏറ്റില്ല. അവസാനം അദ്ദേഹം വെട്ടിലായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിലായിക്കൊണ്ടിരിക്കും. കുറേ കേസുകളും വന്നു. ഇദ്ദേഹത്തെ നമ്മുടെ നരേന്ദ്രമോദിയെ കൊല്ലക്കാരനെന്നും കൊലപാതകയെന്നും നരാധമനെന്നും ഗുജറാത്ത് കലാപത്തിൻ്റെ സൂത്രധാരനെന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കി. അത് കോടതിയിൽ നിന്ന് കൊട്ടുകിട്ടി, സുപ്രീം കോടതിയിൽ നിന്ന് കൊട്ടുകിട്ടി, ഹൈക്കോടതികളിൽ നിന്ന് കൊട്ടുകിട്ടി. ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു പക്വത കാണിക്കണ്ടേ? താങ്കളിപ്പോൾ കുറേ വർഷമായില്ലേ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് എതിരാളികൾക്കെതിരെയുള്ള കേസുകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ UJPക്കും സംഘപരിവാറിനെതിരെയുള്ള ആയുധങ്ങൾ താങ്കൾ കൊണ്ടുവരുമ്പോൾ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുവരണം. താങ്കൾ ഒരു ആയുധം ഇട്ടാൽ അത് വലിയ തോതിൽ സമൂഹത്തിൽ വ്യാപരിക്കണം. ഇല്ലാതെ ഈ നനഞ്ഞ പടക്കങ്ങൾ, ചൈനീസ് പടക്കം വാങ്ങരുത് ദയവായി. താങ്കൾ ചൈനീസിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല, അതുകൊണ്ട് ചൈനയുടെ സാധനങ്ങൾ വാങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചൈനയുടെ സാധനങ്ങളാണ് താങ്കൾ വാങ്ങുന്നത്. അത് നനഞ്ഞ പടക്കമാണ്, അത് പൊട്ടിപ്പോകുന്നതാണ്, പൊട്ടുന്നതല്ല, അതായത് ശബ്ദമുണ്ടാക്കുന്നതല്ല, അത് പ്രകാശിക്കുന്നതുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽജി, അങ്ങ് വീണ്ടും വെട്ടിൽ വീഴാതിരിക്കുക. കാരണം അങ്ങയെപ്പോലുള്ള നല്ല നേതാക്കൾ ഈ രാഷ്ട്രത്തിന് ആവശ്യമാണ്, പ്രതിപക്ഷത്തെങ്കിലും.